ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ ഇന്നലെ റയൻ കൂഗ്ലറിൻ്റെ സിന്നർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. സത്യം പറഞ്ഞ ഈ പടം കാണാനായിട്ട് ഞാൻ ട്രെയിലറോ ഒന്നും കണ്ടില്ല. ആകെ ഒരൊറ്റ പേര്, റയൻ കൂഗ്ലർ. ക്രീഡ്, ബ്ലാക്ക് പാന്തർ 1, ബ്ലാക്ക് പാന്തർ 2, പിന്നെ നമ്മുടെ മൈക്കിൾ ബി ജോർഡനെ വെച്ചതിന് വേറൊരു സിനിമ. ഇത് പുള്ളിയുടെ 5-ാമത്തെ 6-ാമത്തെ പടമാണ്. അത് നമ്മൾ ബ്ലാക്ക് പാന്തറും ക്രീഡും കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം മനസ്സിലാക്കി ഇങ്ങനെ വേറെ ലെവലാണ്. ഇന്ന് ഈ പടത്തിൽ വരുമ്പം അണ്ണൻ എന്തൊരെണ്ണ പണി വെച്ചേക്കണം. അപ്പോൾ എന്തൊരു പടമോടെ, എന്തൊരു സിനിമ, എന്തൊരു വേ ഓഫ് ഡയറക്ഷൻ, എന്ത് രസമായിട്ട് എടുത്തു വെച്ചേക്കണം. എന്തൊരു പൊളി പടമാണ് അത്, എന്തൊരു പൊളി പടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ ഒരു വാമ്പയർ സിനിമ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ, ഹൊറർ സിനിമ ആ ഒരു സാധനം വെച്ച് കാണാം. പക്ഷേ ഈ സിനിമയിൽ പുള്ളി കൊടുത്തേക്കുന്ന കുറേ ലെയേഴ്സ് ഉണ്ട്. പുള്ളി, അതായത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങൾ അങ്ങനെ ഒന്ന് തോട്ട് പ്രൊവോക്ക് ചെയ്ത് നോക്ക് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് പുള്ളി. ഹി ഹാവ് ടേക്കൺ വാമ്പയർ ആസ് എ മെറ്റഫോർ, ഷോൺ അസ് ഫ്യൂ തിങ്സ് വിച്ച് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇൻ ദിസ് വേൾഡ്. ഗംഭീരം. ഡയറക്ഷൻ വൈസ് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് മ്യൂസിക്. ഇങ്ങനെ വേണടെ മ്യൂസിക്കൽ പടമൊക്കെ എടുക്കുക, ഇങ്ങനെ എടുക്കണം. മനസ്സിലായ? അല്ലാതെ മറ്റേ ജാക്കർ വാലയും മെറുപ്പീര അതല്ല. മ്യൂസിക്കൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതെടുക്കണം. നമുക്കിത് അങ്ങനെ മ്യൂസിക്കൽ എന്ന് പറയാനും പറ്റില്ല. അതായത് ആ ഒരു സാധനം കൊടുക്കാൻ ഇത് കറക്റ്റാണ് ഈ പടം. ആൻഡ് ദ വേ ദേ ഹാവ് പ്ലേസ്ഡ് മ്യൂസിക് ഇൻ ദിസ് മൂവി ആൻഡ് ദാറ്റ് വൺ ഷോട്ട്, ഓഫ് രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രസമോടെ. ആ ക്ലൈമാക്സ് ആണെങ്കിലും എവറിത്തിങ് ജസ്റ്റ് ലവ് ദിസ് മൂവി മാൻ. ഞാൻ ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്. ദിസ് ഇസ് പ്യൂർലി മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നൂല. ഞാൻ എന്തിനാണ് ഇതിനെ ഹൈപ്പ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കൊക്കെ പലതും തോന്നാം. ബട്ട് ദിസ് ഇസ് ഡെഫിനറ്റ്ലി സംതിങ് വിച്ച് ഐ ലവ്ഡ്. ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനത്തിനൊക്കെ പെർഫെക്റ്റായിട്ട് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റുന്നൊരു സിനിമ. ഞാൻ പറയും ഇതിലെ എഡിറ്റിങ്ങൊക്കെ അതൊക്കെ എടുത്ത് പറയണോ. യൂഷ്വലി അത് നമ്മളൊന്നും ആരും ഇംഗ്ലീഷ് സിനിമയുടെ കേസിൽ നമ്മൾ ആ എഡിറ്റിങ്ങിനോ അതൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. സിനിമാറ്റോഗ്രാഫി ഓട്ടം ഡുറാൾഡ് ആർക്കപ്പാവ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എഡിറ്റഡ് ബൈ മൈക്കിൾ പി ഷോവർ. കിടിലം. കമ്പോസർ ലുഡ്വിഗ് ഗൊറാൻസൺ. എന്തൊരു മോളിൽ കുത്തൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കറിയണം, കറക്റ്റ് ആയിരിക്കില്ല. ലുഡ്വിഗ്. എന്തൊരു മ്യൂസിക്. ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി വൺ. അതിലൊരു പ്രീച്ചർ ബോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നൊരു പയ്യനുണ്ട്. അവൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അതൊന്നും നമുക്ക് അവൻ്റെ ഒന്ന് ഫസ്റ്റ് സിനിമയാണ് ഇതെന്ന് ചിന്തിച്ചു. ഇത് അവൻ്റെ ഫസ്റ്റ് സിനിമയാണോ ചിന്തിച്ചു. ആ ലെവൽ ഓഫ് പെർഫോമൻസ്. അതേപോലെ മൈക്കിൾ ബി ജോർഡൻ ട്വിൻസ് ആണ് ഈ സിനിമയിൽ. അയ്യോ, ആ ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, ഇന്ന ട്വിൻ അത് നമുക്ക് കൺഫ്യൂഷൻ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാറ്റ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആരാണ് സ്റ്റാക്ക് ആരാണ് സ്മോക്ക് എന്ന് നമുക്ക് വെറുതെ അവരാ സംസാരിക്കുന്ന രീതിയിൽ മനസ്സിലാവും. അതേപോലെ ഹി വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ഇൻ ദിസ് മൂവി. മൈക്കിൾ ബി ജോർഡൻ എന്തൊരു മനുഷ്യനാണ് അങ്ങേര്. കിടിലം പടം. കിടിലോ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം. ആ വാമ്പയറായിട്ട് അഭിനയിച്ച ആ ചേട്ടായി സിനിമ ഞാൻ പറയില്ല, ഒരു അവസാനമൊക്കെ ആകുമ്പോൾ ഒരു ട്വിൻറ്റൻ ടാരന്റീനോ ആ ഒരു കാറ്റഗറിയിലോട്ട് പോവും. ഒരുപാട് സിനിമകളുടെ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് പുള്ളിയുടേതായ ഒരു ട്വിസ്റ്റ് സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സോ സൂപ്പർ. ലവ് ദിസ് മൂവി മാൻ. ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഓസം. പിന്നെ അതേപോലെ നിങ്ങൾ സിനിമ തീരുന്നു എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയത് ചെറിയൊരു എപ്പിലോഗും ഉണ്ട്, ഒരു 2-3 മിനിറ്റിൻ്റെ. അതും കൂടെ കണ്ടിട്ട് പോവുക. ഇറ്റ് വാസ് ഹൈലി സാറ്റിസ്ഫൈയിങ്. ഇറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് മൂവി. ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് സിനിമ എന്നാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഇറ്റ് വാസ് എൻ ആബ്സല്യൂട്ട് സിനിമ. നമ്മളൊരു ഒരു തിയേറ്ററിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകൾ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പടം. ഒരു OTT-ലൊക്കെ വരുമ്പോൾ ഇതിനൊന്നും ഒരു ലൈഫും കാണില്ല. വെൻ യു ഹിയർ ഇറ്റ് ഇൻ എ റിയലി ഗുഡ് മ്യൂസിക് സിസ്റ്റം, ആ ഒരു നല്ല സ്പീക്കേഴ്സ്, നല്ല 4K പ്രൊജക്ഷൻ, you should enjoy this, man. You should enjoy this movie in the best theater possible. Epic Q-ലോ PXL-ലോ അല്ലെങ്കിൽ IMAX-ലോ ഡോൾബി സിനിമ തുടങ്ങിയ അമ്മാതിരി പ്രൊജക്ഷനൊക്കെ ഉള്ള സിനിമകൾ തിയേറ്റേഴ്സിലൊക്കെ പോയി എൻജോയ് ചെയ്യേണ്ട ഒരു പടം. ഐ ലവ് ദിസ് മൂവി. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി ടു എനിവൺ ഹൂ ഇസ് എ മൂവി ഫാനറ്റിക്. ബാക്കി ഞാൻ പറയും, നമുക്ക് സാധാരണ ഒരു ജുറാസിക് പാർക്കൊക്കെ പോലത്തെ പടമൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, തുടക്കം വെറുതെ അടി ബഹളം വിസ്മയം അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഇതൊരു
വേറെ ലെവലിൽ നിൽക്കുന്ന പടം. ഞാൻ പറയാം മ്യൂസിക്കലാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ചിലപ്പോൾ, പക്ഷേ എന്നാൽ പോലും ഇതിൽ മ്യൂസിക് അതിൻ്റെ മറ്റേ ജൂക്ക് ബോക്സ് അത് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതൊന്ന് കേൾക്കാനായിട്ട്. എന്ത് രസോടാ ഗിറ്റാറിൻ്റെയൊക്കെ ഒരു സാധനവും. ഓ ദ വേ ദേ ഹാവ് അവരെ കൾച്ചർ, അതിൻ്റെ എവല്യൂഷൻ ഗംഭീരം ഒരു രക്ഷയിൽ ഒന്നും പറയാനില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് റയൻ കൂഗ്ലർ മൂവി മാൻ. ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ന്യൂ ഏജ് ഡയറക്ടേഴ്സ്. ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയുക. ഞാൻ പോണ ഇനി നമുക്കുള്ളത് തുടരും എന്ന് പറഞ്ഞ സിനിമയാണ് 25-ാം തീയതി. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ടാറ്റ.